പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ നശാമുക്ത് ഭാരത് അഭിയാൻ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 10 കോടി ലഹരിമുക്ത പ്രതിജ്ഞാ ക്യാമ്പയിന് അന്നമനടയിൽ തുടക്കമായി. അന്നമനടയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. അനാവശ്യകരമായ ലഹരി വിപണനവും ഒട്ടനവധി വർദ്ധിച്ചതിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ മക്കൾക്കും സമൂഹത്തിലും ഒട്ടനവധി വിനാശത്തിലേക്ക് നയിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അന്ന് കള്ളും മദ്യമാണ് ഏറ്റവും ഒരു സമൂഹത്തിൽ വിമുക്തായതെങ്കിൽ ഇന്ന് അതൊക്കെ പോയി കാലോചിതമായി മാറ്റങ്ങൾ വന്നു. രാസലഹരിയിലേക്ക് നമ്മുടെ സമൂഹം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതിൻ്റെ വിമുക്തി നേടണമെന്ന് നമുക്കെല്ലാവർക്കും പലർക്കും ഇതിന് ലഹരിക്ക് അടിമപ്പെടുന്നവർക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് അവരെ തള്ളിവിടുന്നത്. ഇതിന് നമുക്ക് നേരത്തെ ഞാൻ ബിനോയ് സാറായിട്ട് സംസാരിച്ചുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ കാർന്നവന്മാര് ബീഡിയും സിഗരറ്റൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇതിനൊരു സിനിമ കാണുന്നതിന് മുമ്പ് ഒരു റീലുണ്ടായിരുന്നു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു ഉപയോഗിക്കുന്നത്. അതോടുകൂടി പുകവലി നിന്നുപോയി. വിവേകോദയം സ്കൂൾ സെക്രട്ടറി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം അന്നമനട സെന്റർ ഇൻചാർജ് അനിൽകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മള അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ബിനോയ് മുഖ്യാതിഥിയായി. BK ബിന്ദു, BK മാഫി, സുമതി, മിനി, അനു തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിമുക്ത ഭാരതം, ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായാണ് 10 കോടി ലഹരിമുക്ത പ്രതിജ്ഞാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ 250 വിദ്യാർത്ഥികളും 19 അധ്യാപകരും പങ്കെടുത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആദ്യ അഡ്മിനിസ്ട്രേറ്ററായ പ്രകാശ് മണിയുടെ 19ാം സ്മൃതി ദിനത്തോടനുബന്ധിച്ച് ഭാരതത്തിലുടനീളം 2026 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്.